നമ്മളൊരു മുട്ട ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചട്നി എന്ന് പറയുമ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ മുട്ട വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി. ഒരുപാട് ആളുകൾ ചെയ്യുന്ന റെസിപ്പി തന്നെയായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ്ഫുൾ ആകും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ അതിനായിട്ടൊരു കടായി വെച്ച് ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ 1-2 വറ്റൽമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായി മുറിച്ചെടുത്താണ്, നന്നായിട്ട് നൈസായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. സവോള ചേർക്കുന്ന സമയത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്ന സമയത്ത് നമുക്കിനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു 2 മസാല മാത്രം നമ്മൾ ഈ ഒരു ചട്നിയിൽ ചേർക്കുന്നുള്ളൂ. നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റി തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടുതൽ വെള്ളം വേണ്ട, കാരണം നമ്മൾ ഒരു ഉള്ളി ഒരു തക്കാളി ഒരു മുട്ട വെച്ചിട്ടുള്ള അളവാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് 1 കപ്പ് വെള്ളം മതിയാവും. കാരണം മുട്ട ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ലൂസായി പോയാൽ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് മസാലയൊക്കെ ആ കറക്റ്റ് ടേസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് പൊടീൻ്റെ സ്റ്റേജ് ഒഴിവാക്കിയിട്ട് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി ആയാലും ടേസ്റ്റാണ്. പക്ഷേ വേറെ മസാലകളുടെ ഒന്നും ആവശ്യം നമ്മൾ ഈ ഒരു ചട്നിക്ക് ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി കറക്റ്റ് നല്ല തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. മുട്ട എടുക്കുന്ന സമയത്ത് ഒന്ന് തന്നെ മതി കേട്ടോ, കാരണം അത്രയ്ക്ക് അളവരെ നമ്മൾ ചെയ്യുന്നുള്ളൂ. മുട്ട കൂടിപ്പോയാൽ നല്ലൊരു കറക്റ്റ് ടേസ്റ്റും ആയിരിക്കില്ല, മുട്ടയുടെ ഒരു ചുവ മുൻപിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ മിക്സ് ചെയ്ത് തരുന്ന സമയത്ത് കറക്റ്റായ തിക്നെസ്സിന് കറക്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് മുട്ട എല്ലാം നന്നായിട്ട് ഉടച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, കാരണം മുട്ട പെട്ടെന്ന് കുക്കാവും. പിന്നെ അതുമല്ല ഈ സമയത്ത് നമ്മൾ ചെറിയ തീയിലിട്ട് കൊടുക്കുക, കാരണം പെട്ടെന്ന് തന്നെ ഗ്രേവി വറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മുട്ട ചട്നി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ വേറെ കറിയൊന്നും പ്രിപ്പയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട ചട്നി, ശരിക്കും ഒരു മുട്ടക്കറി പോലെ തന്നെ. അപ്പോൾ മുട്ടക്കറി പോലെ ഒരുപാട് ലൂസ് ഗ്രേവി അല്ല എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പം പത്തിരിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയായിരിക്കും. ഞാനിവിടെ കട്ടിപ്പത്തിരിയുടെ കൂടെയാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. ഈ ഒരു പത്തിരിയും ഈ ഒരു കറിയും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്